തേരട്ട എന്ന ജീവിയെ പറ്റിയാണ്. നിരുപദ്രവകാരികളായ ഒരു ആർത്രോപോഡ് ആണ് തേരട്ട. ചേരട്ട എന്നും പേരുണ്ട്. തേരട്ടയ്ക്ക് ഒരുപാട് കാലുകളുണ്ട്. നിരവധി ഖണ്ഡങ്ങൾ ചേർന്നതുപോലെയാണ് ഇവയുടെ രൂപം. ഓരോ ഖണ്ഡത്തിലും ഈ 2 ജോഡി കാലുകളുണ്ട്. എന്നാൽ തലയ്ക്ക് തൊട്ട് പിന്നിലുള്ള ഖണ്ഡത്തിൽ കാലുകളില്ല. അതിന് പിന്നിലേക്കുള്ള ചില ഖണ്ഡങ്ങളിൽ ഒരു ജോഡി കാലുകൾ മാത്രമായിരിക്കും. 1000 എന്നർത്ഥമുള്ള മില്ലി, കാൽ എന്നർത്ഥമുള്ള പെഡ് എന്നീ ലാറ്റിൻ മൂല പദങ്ങളിൽ നിന്നാണ് മില്ലിബ്രീഡ് എന്ന ഇംഗ്ലീഷ് നാമത്തിന്റെ ഉത്ഭവം. 1000 കാലുള്ളത് എന്നാണ് പേരെങ്കിലും ഇവയിൽ ഒരിനത്തിനും 1000 കാലുകൾ ഇല്ല. പ്ലെനിപ്പസ് എന്ന വർഗത്തിന് 750 വരെ കാലുകൾ ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. സാധാരണ വർഗങ്ങൾക്ക് 36 മുതൽ 400 വരെ കാലുകൾ ഉണ്ടാകും. ഭീമൻ ആഫ്രിക്കൻ തേരട്ടയാണ് ഇവയിൽ ഏറ്റവും വലിയത്. തേരട്ടകൾ സാമൂഹിക ജീവികൾ ആണ്. ഇവ കൂട്ടമായി കോളനികളായി ജീവിക്കുന്നു. തേരട്ടക്കൂട്ടം മണ്ണിനുള്ളിലോ മരച്ചുവരുകളിലോ വീടുകളിലെ മരവസ്തുക്കളിലോ ഉണ്ടാകാറുണ്ട്. ഇവയ്ക്കായി നിർമ്മിക്കുന്നതിനെ തേരട്ടക്കൂട് എന്ന് പറയുന്നു. തേരട്ടകൾക്ക് ഒരു തെളിവായ സാമൂഹിക വ്യവസ്ഥ ഉണ്ട്. ഓരോ വിഭാഗത്തിനും പ്രത്യേക ചുമതലകളുണ്ട്. ഇവയുടെ കുടുംബത്തിൽ രാജാവും രാജ്ഞിയും ഉണ്ടായിരിക്കും. പ്രജനനത്തിന് ശേഷം രാജ്ഞി ആയിരക്കണക്കിന് മുട്ടകൾ ഇടുന്നു. രാജ്ഞിയുടെ ആയുസ് വളരെ കൂടുതലാണ്. ഇവയുടെ കുടുംബത്തിൽ തൊഴിലാളികൾ ഉണ്ടായിരിക്കും. ഇവരുടെ ജോലി മുട്ടകളെ സംരക്ഷിക്കുക, ആഹാരം ശേഖരിക്കുക, കൂട് പണിയുക എന്നിവയൊക്കെയാണ്. ഇവ കാഴ്ചയില്ലാത്തവരും വെളുത്ത നിറമുള്ളവരുമായിരിക്കും. കുടുംബത്തിൽ അടുത്ത യോദ്ധാക്കളാണ്. ഇവയുടെ പ്രധാന ജോലി കൂട്ടത്തെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുക എന്നതാണ്. ഇവയ്ക്ക് വലിയ തലയും കരുത്തുറ്റ താടിയും ആയിരിക്കും. തേരട്ടയുടെ പ്രധാന ഭക്ഷണം മരമാണ്. മരം, പേപ്പർ, വസ്ത്രം, കാർഡ്ബോർഡ് മുതലായവയിൽ ഉള്ള സെല്ലുലോസ് ആണ് ഇവയുടെ പ്രധാന പോഷകങ്ങൾ. അവരുടെ വയറ്റിലുള്ള സൂക്ഷ്മജീവികൾ സെല്ലുലോസ് ചിതറിക്കുന്നു. തേരട്ടകളിലെ രാജ്ഞിയും രാജാവും ജനിപ്പിക്കുന്ന മുട്ടകൾ പൊട്ടിയ ശേഷം ലാർവകൾ വളർന്ന് തൊഴിലാളികളും യോദ്ധാക്കളും അല്ലെങ്കിൽ പുതിയ രാജാവും രാജ്ഞിയുമായി മാറുന്നു. തേരട്ടകൾ എല്ലായ്പ്പോഴും കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഇവയ്ക്ക് രാത്രിയിലും ഇരുണ്ട ഇടങ്ങളിലും ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. വെളിച്ചം, വരണ്ടതായ അന്തരീക്ഷം ഇവയ്ക്ക് അനുകൂലമല്ല. പരിസ്ഥിതിയിൽ ഇവ മരിച്ച ചെടികളെയും മരവസ്തുക്കളെയും വിഘടിപ്പിക്കുന്നതിലൂടെ വലിയ ഗുണം ചെയ്യുന്ന ജീവികളാണ്. ഇവയിലെ രാജ്ഞിവർഗം 10 തൊട്ട് 20 വർഷം വരെ ജീവിക്കാറുണ്ട്. തൊഴിലാളികൾ 1 മുതൽ 2 വർഷം വരെയും യോദ്ധാക്കൾ 1 മുതൽ 2 വർഷം വരെയും ജീവിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.